ഓപ്പറേഷൻ അനന്ത 2, ഓപ്പറേഷൻ അനന്ത 2 വരുന്നു. ഓപ്പറേഷൻ അനന്ത 2 എന്ന് പറയുന്നത്, ഓപ്പറേഷൻ അനന്ത 1 വന്നത് അന്നത്തെ ജിജി തോംസൺ IAS ചീഫ് സെക്രട്ടറി ആയിരുന്നു, ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്നു, അതുപോലെ തന്നെ ബിജു പ്രഭാകർ ജില്ലാ കളക്ടറായിരുന്നു. ബിജു പ്രഭാകർ റിട്ടയറായി, ജിജി തോംസൺ റിട്ടയറായി. ആ ഉമ്മൻചാണ്ടി മരിച്ചും പോയി. ആ കാലഘട്ടത്തിലാണ് തമ്പാനൂരിലെ വെള്ളപ്പൊക്കം, ഈസ്റ്റ് പോളിലെ വെള്ളപ്പൊക്കം പിടിക്കാൻ ഒരു തീരുമാനമെടുത്തത്. ഇത് പറയുമ്പോൾ എവർഗ്രീൻ സിറ്റി എന്നറിയപ്പെട്ടിരുന്ന ഗാന്ധിജി, പണ്ട് മഹാത്മാഗാന്ധി തിരുവനന്തപുരത്ത് സന്ദർശിക്കുമ്പോൾ ഇതൊരു എവർഗ്രീൻ സിറ്റി ആയിരുന്നു. ഇവിടെ ധാരാളം മലകളും കുന്നുകളും ഒക്കെ ഉണ്ടായിരുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രദേശമായിരുന്നു. ഏലകളുണ്ടായിരുന്നു, കുളങ്ങളുണ്ടായിരുന്നു, കുന്നുകളുണ്ടായിരുന്നു. മേലാരന്നൂർ ഏലായുണ്ടായിരുന്നു, ജഗതി ഭാഗത്ത് വലിയ ഏലായുണ്ടായിരുന്നു, ഈസ്റ്റ് പോർട്ടിൽ വലിയ ഏലായുണ്ടായിരുന്നു, ഈസ്റ്റ് പോർട്ടിൽ പുത്തരി കണ്ടമുണ്ടായിരുന്നു. പുത്തരി ഉണ്ടാക്കുന്ന പത്മനാഭസ്വാമി ക്ഷേത്രത്തിലേക്ക് നെല്ല് കൊണ്ടുപോകുന്ന പുത്തരി കണ്ടമുണ്ടായിരുന്നു. അതുപോലെ തന്നെ തൈക്കാട്, തിരുവനന്തപുരം പോലീസ് ക്യാമ്പസൊക്കെ ക്യാമ്പിരിക്കുന്ന തൈക്കാട് പോലീസ് സ്റ്റേഡിയമൊക്കെ ഉള്ള തൈക്കാട് കുന്ന്, അത് കഴിഞ്ഞാൽ പാളയത്ത് കുന്ന്, ബാർട്ടൺ കുന്ന്, ഇപ്പം ലാ കോളേജ് ഇരിക്കുന്ന ബാർട്ടൺ കുന്ന്, അത് കഴിഞ്ഞാൽ പിന്നെ കനകക്കുന്ന്, ഇങ്ങനെ 7-8 കുന്നുകൾ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ വാട്ടർ വർക്സിൻ്റെ അവിടെ ഒരു ഹില്ലുണ്ട്. ഇങ്ങനെ 7-8 കുന്നുകളുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് താമരക്കുളം, ഇന്നത്തെ ചെങ്കൽച്ചൂള മോഡൽ സ്കൂളിൻ്റെ ജംഗ്ഷനിലിരിക്കുന്ന ചെങ്കൽച്ചൂളയുടെ തൊട്ടടുത്തുള്ള, ഇപ്പോൾ സ്റ്റേഡിയാക്കി മാറ്റിയിരിക്കുന്ന എരുമക്കുളം, അവിടെ പണ്ട് എരുമകളെ കുളിപ്പിച്ചിരുന്നു. ആ തൈക്കാട് കുന്ന് ഭാഗത്ത് നിന്ന്, മോഡൽ സംഗീത കോളേജും ആ ഭാഗത്തു നിന്നൊക്കെ വരുന്ന വെള്ളത്തിനെ നല്ലൊരു ശതമാനം അറസ്റ്റ് ചെയ്ത് പിടിച്ചിരുന്നത് ഈ താമരക്കുളമാണ്. താമരക്കുളം കഴിഞ്ഞാൽ മാഞ്ഞാലിക്കുളം ഉണ്ടായിരുന്നു തമ്പാനൂർ, അതിപ്പോൾ സ്റ്റേഡിയമാക്കിയിരിക്കുകയാണ്. SME സ്കൂളുകാർക്ക് വേണ്ടിയിട്ട് പറഞ്ഞാണ് ആക്കിയത്. പക്ഷേ കുട്ടികളൊന്നും അവിടെ പോയി സ്ഥിരമായി പ്രാക്ടീസ് ചെയ്യുന്നില്ല. അവിടെ കാർഷിക മേളകളും മറ്റ് മേളകളും ഒക്കെ നടക്കുന്ന, അല്ലാത്ത പടച്ചിടും. അത് മാഞ്ഞാലിക്കുളത്തെ വെള്ളപ്പൊക്കവും കുളവും നികത്തി. പാത്രക്കുളം, അത് ഇതുപോലൊരു പ്രധാന കുളമായിരുന്നു. അതുപോലെ തന്നെ പിന്നെ താമരക്കുളം ഉണ്ടായിരുന്നു. നന്ദാവനം ക്യാമ്പസിനകത്ത് താമരക്കുളം ഉണ്ടായിരുന്നു. അത് പാളയം ഭാഗത്തെ വെള്ളം പിടിച്ചിരുന്നു. ഇതെല്ലാം വലിയ പ്രതിസന്ധി ഉണ്ടായി. അതൊന്നും പരിഹരിക്കാതെയുള്ള വികസനമാണ് നമ്മൾ നടത്തിയത്. കോർപ്പറേഷനും തിരുവനന്തപുരത്തിൻ്റെ പൊതുമരാമത്ത് വകുപ്പും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവർക്കും അതിൽ പങ്കുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ആമയിഴഞ്ചാൻ തോട്, പാർവതി പുത്തനാർ പോലുള്ള സ്ഥലങ്ങളാണ്. ഉള്ളൂർ തോട്, പട്ടംതോട്, ഇതൊക്കെയാണ്. ഇതിനകത്തേക്ക് അതിൻ്റെ സമീപത്ത് താമസിക്കുന്ന സാധാരണ ആളുകൾ, 2 സെൻറ്റ് 3 സെൻറ്റ് വീടുകളിൽ താമസിക്കുന്നവർ അവരുടെ ഡ്രെയിനേജ് അല്ലെങ്കിൽ സെപ്റ്റിക് ടാങ്ക് തുറന്നു വച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ലാട്രിൻ്റെ അടിവശത്ത് കൂടി അവർ ഈ പുഴകളിലേക്കും തോടുകളിലേക്കാണ് മനുഷ്യൻ്റെ വേസ്റ്റ് ഉൾപ്പെടെ ഉപേക്ഷിക്കുന്നത്. അവർക്ക് വേറെ മാർഗമില്ല എന്നുള്ളൊരു പ്രതിസന്ധിയുമുണ്ട്. അതുപോലെ തന്നെ ടൺ കണക്കിന് പ്ലാസ്റ്റിക്, മറ്റ് മാലിന്യങ്ങൾ. എനിക്ക് തോന്നുന്നു ആമയിഴഞ്ചാൻ തോടിലെ ഒരു തോടിന് മാലിന്യം മാത്രം വാരിയാൽ എത്ര ടൺ വരുമെന്ന് നമുക്കിപ്പോൾ കണക്കൂട്ടാൻ കഴിയത്തില്ല. അത്രമാത്രം ടൺ മാലിന്യം ഒരു തോട്ടിൽ കിടപ്പുണ്ട്. അതുപോലെ പാർവതി പുത്തനാറിൽ കിടപ്പുണ്ട്. അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ള മാലിന്യ സംസ്കരണവും, അതുപോലെ തന്നെ അർബൻ റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് എന്ന കൺസെപ്റ്റിലുള്ള വളരെ കൃത്യമായിട്ടുള്ള റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങിൻ്റെ അർബൻ മോഡലുകളും, ഗ്രൗണ്ട് വാട്ടർ റീചാർജിന് ആവശ്യമായ ചില ഗ്രൗണ്ട് വാട്ടർ റീചാർജ് മെഷേഴ്സും, അതുപോലെ തന്നെ നമ്മുടെ ഓട നിർമ്മാണത്തിൽ ഒരു അശാസ്ത്രീയതയുണ്ട്. ഓട നിർമ്മാണത്തിൽ ശരിക്കും പറഞ്ഞാൽ പഴയ കാലം പോലല്ല, വെള്ളം ഒരു തുള്ളി പോലും ഭൂമിയിലോട്ട് പോകാതെ ഒഴുകിപ്പോകുന്ന ഓടയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അല്ലാതെ മറ്റ് രീതിയിൽ വെള്ളം താഴേക്ക് പോകുന്ന രീതിയിലുള്ള ഓടകളുടെ നിർമ്മാണം, പിന്നെ ഗ്രില്ലറകൾ, കുറേയധികം കാര്യങ്ങളുണ്ട്. പിന്നെ ഗ്രൗണ്ട് വാട്ടർ റീചാർജിനുള്ള അർബൻ മോഡലുകൾ, അല്ലെങ്കിൽ നഗരത്തിൽ ചെയ്യാൻ പറ്റുന്ന മോഡലുകൾ ഒരുപാട് ലഭ്യമാണ്. ഇതെല്ലാം തിരുവനന്തപുരത്ത് തന്നെ പല വീടുകളിലും ഇത് ചെയ്തിട്ടുണ്ട്, പല സ്ഥാപനങ്ങളിലും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് റെയിൻ വാട്ടർ ഹാർവെസ്റ്റിങ്ങും കൂടി ഒന്ന് പ്രൊമോട്ട് ചെയ്ത്, ഞാൻ ഈ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളൊക്കെ കൂടി ചെയ്യുകയും അതിനൊരു സുസ്ഥിരത ഉണ്ടാവുകയും, ഒരിക്കൽ മാലിന്യം വാരി കളഞ്ഞു എന്ന് വിചാരിച്ച ആ പ്രശ്നം പരിഹരിക്കില്ല. സ്ഥിരമായ ഒരു സംവിധാനം മാലിന്യ സംസ്കരണത്തിലും മാലിന്യത്തിൻ്റെ ശേഖരണത്തിലും, അതിന് നിക്ഷേപിക്കാതിരിക്കാനും വലിച്ചെറിയാതിരിക്കാനും ഒക്കെയുള്ള വളരെ കൃത്യമായ നടപടികൾ ഉണ്ടായാൽ മാത്രമേ ഓപ്പറേഷൻ അനന്ത 2 വിജയിക്കുകയുള്ളൂ. കോർപ്പറേഷനും ഇതിനകത്ത് വലിയ പങ്കുണ്ട്. അതുകൊണ്ട് സംസ്ഥാന സർക്കാരും പിന്നെ ഈ കോർപ്പറേഷനും കൂടി സംയുക്തമായി ഓപ്പറേഷൻ അനന്ത 2 നടപ്പിലാക്കിയാൽ 7-8 ഡിപ്പാർട്ട്മെൻറ്റുകൾ, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, മൈനർ ഇറിഗേഷൻ, പിന്നെ മേജർ ഇറിഗേഷൻ ഉണ്ടോ എന്നറിയില്ല, മേജർ ഇറിഗേഷൻ ഉണ്ടെങ്കിൽ മേജർ ഇറിഗേഷൻ, ശുചിത്വ മിഷൻ, അതുപോലെ തന്നെ പിന്നെ ഈ കോർപ്പറേഷൻ തുടങ്ങി 7-8 സ്ഥാപനങ്ങൾ, റവന്യൂ വകുപ്പിൻ്റെലാണ് എൻ്റെ സ്ഥലത്തിൻ്റെ കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. അങ്ങനെ 7-8 സ്ഥാപനങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചാൽ മാത്രമേ ഇത് റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് വളരെ കൃത്യമായ ഒരു മിഷൻ ഉണ്ടാക്കുകയും
ആ മിഷനിൽ ഈ 7-8 വകുപ്പുകളിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെ കൂടി കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു കമ്മിറ്റി എടുക്കുകയും അതൊരു മോണിറ്ററിംഗ് സമിതിയാക്കി സ്ഥിരമായി കൊണ്ടുപോവുകയും ചെയ്താൽ കുറേയധികം കാര്യങ്ങൾ നടക്കും. അല്ലാതെ വിവിധ ഏതെങ്കിലും ഏജൻസികളെ വരുന്നതോ അല്ലെങ്കിൽ പുതിയ പഠനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് വീണ്ടും പണം മുടക്കുന്നതോ ശരിയല്ല. എന്നാൽ ശാസ്ത്രീയമായ പഠനങ്ങളും കൃത്യമായ ഡേറ്റ കളക്ഷനും ഡേറ്റ അനാലിസിസും ഒക്കെ ആവശ്യമുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നമ്മൾ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ഭൂമിശാസ്ത്രത്തിൻ്റെ ടെറൈൻ മനസ്സിലാക്കാതെ, ഈ നീർത്തട സങ്കല്പങ്ങൾ മനസ്സിലാക്കാതെ, നീർത്തടാധിഷ്ഠിത കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കാതെ നമ്മൾ കെട്ടിപ്പൊക്കിയ കെട്ടിടങ്ങളും ഫ്ലാറ്റുകളും കൊണ്ടൊരു നഗരമുണ്ടാക്കിയെങ്കിൽ വെള്ളത്തിന് അതിൻ്റെ വഴി അത് കണ്ടുപിടിക്കും. യഥാർത്ഥ തനതായ വഴി നമ്മൾ അടച്ചാൽ അത് അതിൻ്റെ വഴി കണ്ടുപിടിക്കും. അതിൻ്റെ വഴി ചിലപ്പോൾ നമ്മുടെ അടുക്കളയിൽ കൂടിയാകാം, അല്ലെങ്കിൽ നമ്മുടെ പുരപ്പുറത്ത് കൂടിയാകാം. അതിൻ്റെ വഴി വെള്ളം കണ്ടുപിടിച്ചിരിക്കും. അത് ഭൂമിക്കടിയിലൂടെ ആയാലും ഭൂമിക്ക് മുകളിലൂടെ ആയാലും വെള്ളം വെള്ളത്തിൻ്റെ വഴി കണ്ടുപിടിക്കും എന്ന് മനസ്സിലാക്കുക. അതിന് പോകാൻ വഴിയില്ലെങ്കിൽ അത് കെട്ടി നിൽക്കുകയും ചെയ്യും. അതിനല്ലാതെ മറ്റൊരു മാർഗം വെള്ളത്തിൻ്റെ മുന്നിലില്ല. അതുകൊണ്ട് നമ്മൾ വെള്ളത്തെ കുറ്റം പറയാതെ, മഴയെ കുറ്റം പറയാതെ, നമ്മൾ മാറുന്നത് എങ്ങനെ എന്ന്, അല്ലെങ്കിൽ നമ്മുടെ രീതികൾ മാറ്റുന്നത് എങ്ങനെ, നമ്മുടെ ശീലങ്ങൾ മാറ്റുന്നത് എങ്ങനെ, ആവശ്യമെങ്കിൽ ആവശ്യമായ കൺസ്ട്രക്ഷൻസ് പൊളിച്ചു കളയുന്നത് എങ്ങനെ, പുതിയ കൺസ്ട്രക്ഷൻസ് ഉണ്ടാക്കുന്നത് എങ്ങനെ, അതിനെക്കുറിച്ച് കൂടി ഗൗരവമായി ചർച്ചകൾ നടക്കട്ടെ.